നമസ്കാരം, ഇത് IBN മലയാളം. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും ഒന്നുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് ഒരു മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുന്നത്. പൂർണ്ണത തേടിയുള്ള യാത്ര. ദൗർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷവും ജീവന സായാഹ്നത്തിലെത്താതെ അത് തിരിച്ചറിയാറില്ല. ജീവിതത്തെപ്പറ്റി രാജീവ് മേനോൻ ചിന്തനീയമായി എഴുതിയ കുറിപ്പിങ്ങനെ: 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന ഓരോ ദിവസവും ലാഭമാണെന്ന് കരുതണം. ജീവിതത്തിന്റെ അനിശ്ചിതാവസ്ഥ ശരിയായി മനസ്സിലാക്കിയാൽ ജനിച്ച അന്നു മുതൽ കിട്ടുന്ന ഓരോ ദിവസവും ലാഭമായി കരുതേണ്ടതാണ്. എന്നാൽ ഒരു ശരാശരി കണക്ക് വെച്ച് ഇവിടെ 50 വയസ്സ് എന്നതൊരു ബെഞ്ച് മാർക്കായി സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുന്ന ഓരോ ദിവസവും ബോണസായി കരുതണം. ആ പ്രായത്തിലും ജീവിതശൈലി രോഗങ്ങൾ പിടികൂടിയിട്ടില്ലെങ്കിൽ അതിന് അതീവ മൂല്യമുള്ള ഒരു അനുഗ്രഹമായി കാണണം. 70 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 70 കഴിഞ്ഞാൽ പിന്നെ അനായാസ മരണമാണ് ഒരാൾക്ക് ആഗ്രഹിക്കാനുള്ളത്. വയസ്സുകാലത്ത് നമ്മുടെ മലമൂത്രാദികൾ നീക്കി നമ്മുടെ കട്ടിലിനരികിൽ നിൽക്കാനായി ഒരാളുടെ സമയം പാഴാക്കപ്പെടരുത് എന്ന പ്രാർത്ഥനയാണ് ആവശ്യം. ജീവിതത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹരിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല രസമുള്ള ഏർപ്പാടാണത്. ജീവിതമെന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തോ മഹത്തായ സംഭവമാണെന്ന ധാരണയിൽ ഓരോ മനുഷ്യനും തള്ളി നിൽക്കുന്ന കുറേ ദിവസങ്ങൾ മാത്രമാണ്. അതിനെ വിരസമാക്കാതെ മുന്നോട്ട് നയിക്കുന്ന ഏക സംഗതി അവനവൻ്റെ ഈഗോയെ സംതൃപ്തമാക്കുക എന്ന പ്രചോദനവും. കൊട്ടാരത്തിൽ കഴിയുന്നവനും കുടിലിൽ കഴിയുന്നവനും ചെയ്യുന്ന ഏക പ്രവൃത്തി സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്തുക എന്നത് മാത്രമാണ്. അതിന് പലവിധ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രം. ഈ പ്രവൃത്തികൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കും. ഈയിടെയായി പല സുഹൃത്തുക്കളും സംസാരിക്കുന്ന വിഷയം വയസ്സുകാലത്ത് എന്ത് ചെയ്യും എന്നതിനെ പറ്റിയാണ്. കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പഞ്ചനക്ഷത്ര വൃദ്ധസദനങ്ങൾ എവിടെയാണുള്ളതെന്ന അന്വേഷണങ്ങൾ കൂടുന്നു. ഏതാണ്ട് ഇത്ര വയസ്സ് വരെ ഞങ്ങൾ ജീവിക്കുമെന്ന് ഗ്യാരണ്ടി കിട്ടിയവരെ പോലെയാണ് ആ അന്വേഷണങ്ങൾ. 50 കഴിഞ്ഞ ഭൂരിഭാഗം പേരും വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു. ഞാനറിയുന്ന 70 വയസ്സുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിയുടെ ഹാർട്ടിൽ ബ്ലോക്ക് കണ്ടെത്തപ്പെടുന്നു. സ്റ്റെന്റ് ഇട്ടാൽ തൽക്കാലം ആപത്തിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ജീവന് അപകടം ഉണ്ടാവുകയോ പിന്നീട് ഓപ്പൺ ഹാർട്ട് ചെയ്യേണ്ടി വരികയോ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. പണമുള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ ജീവിതത്തിന്റെ പൂർണ്ണത തിരിച്ചറിഞ്ഞ വിവേകിയായ അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. 70-ാം വയസ്സിൽ ഹൃദയത്തിൽ ഉണ്ടായ ബ്ലോക്ക് എന്നെ കൊണ്ടുപോകാനായി ഉണ്ടായതാണ്. അതിനെ ഞാൻ ഒരു വിധത്തിലും ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മരുന്നുകളും ആവശ്യമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ആശുപത്രി വിട്ടു. അടുത്ത 5 വർഷങ്ങൾ അദ്ദേഹം കൃഷി ജോലികളിൽ മുഴുകി. ഒരു ദിവസം രാവിലെ കൃഷിസ്ഥലത്ത് കുഴഞ്ഞു വീണ് അനായാസ മരണം. ജീവിതത്തിൽ എത്ര പണം നേടി, എത്ര ഭൂമി നേടി, എത്ര സ്ത്രീകളെ അനുഭവിച്ചു, എത്ര രാജ്യങ്ങൾ കണ്ടു, എത്ര അറിവ് നേടി എന്നതൊന്നും ഒരു വിഷയമേ അല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അപ്പോൾ ശ്വസിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമേ നാം ജീവിക്കുന്നുള്ളൂ. കഴിഞ്ഞുപോയ നിമിഷം മരിച്ചുപോയ നിമിഷമാണ്. നിങ്ങളുടെ തലച്ചോറിൽ അവ്യക്തമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് അവശേഷിപ്പിച്ച് അത് എന്നേക്കുമായി മരിച്ചുപോയിരിക്കുന്നു. 5 കൊല്ലം മുമ്പ് ഞാൻ ദുബായിയുടെ തെരുവീതികളിലൂടെ നടന്നതും ഇന്ന് TV-യിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലണ്ടൻ എപ്പിസോഡ് കാണുന്നതും ഒരേ സംതൃപ്തി നൽകുന്ന നിമിഷങ്ങളുടെ മരണം മാത്രമാണ്. എൻ്റെ ഈഗോ അതിനെ തുലനം ചെയ്ത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതായി കരുതുന്നു എന്ന് മാത്രം. എന്ത് നേടി എന്നതല്ല, എത്ര പൂർണ്ണത നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തി എന്നത് മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.